സോഷ്യൽ മീഡിയയിൽ അപ്പോളജി ട്രെൻഡിന്റെ ഭരണമാണ്. ഇൻസ്റ്റഗ്രാം, എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമ പേജുകളിൽ വിവിധ കമ്പനികളുടെ മാപ്പ് പറച്ചിലിന്റെ ബഹളമയമാണ്. സ്കോഡ, ഫോക്സ്വാഗൺ, ടി സീരീസ് മുതൽ റിലയൻസ് ഡിജിറ്റൽ, അദാനി അംബുജ സിമന്റ്സ് തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം പരസ്യമായി ക്ഷമാപണം നടത്തുകയാണ്. കേരളത്തിലും ഇതിന്റെ ചുവട് പിടിച്ച പല കമ്പനികളും മാധ്യമങ്ങളും വരെ അവരവരുടെ ക്ഷമാപണങ്ങൾ നടത്തി. കമ്പനികൾ ഇത്തരത്തിൽ പിഴവുകൾക്കോ തെറ്റുകൾക്കോ അല്ല ക്ഷമാപണം നടത്തുന്നത്, മറിച്ച് ഇതൊരു മാർക്കറ്റിംഗ് രീതിയാണ്. അവരവരുടെ മേന്മയ്ക്കും ഗുണങ്ങൾക്കുമാണ് കമ്പനികൾ ക്ഷമാപണം നടത്തുന്നത്. യൂട്യൂബിലും ഈ മാർക്കറ്റിംഗ് രീതി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 2024 ഫിലിപ്പീൻസിലാണ് അപ്പോളജി ട്രെൻഡിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴാണ് ഇത് തരംഗമായി മാറുന്നത്. ഇന്ത്യയിൽ അപ്പോളജി ട്രെൻഡിന് തുടക്കം കുറിച്ചത് സ്കോഡ കാർ കമ്പനിയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ വീണ്ടും ഒരു യാത്ര ആവശ്യപ്പെടുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് തുടങ്ങിയാണ് സ്കോഡ പ്രസ്താവന പുറത്തിറക്കിയത്. മറ്റ് കാർ ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ബാർ ഇത്രയധികം ഉയർത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ഇതുവരെ സ്കോഡ ഓടിക്കാത്തവർക്ക് പെട്ടെന്ന് വാഹനം ഓടിക്കാനുള്ള പ്രേരണ ഞങ്ങൾക്ക് മനസ്സിലാകും. അതെ, ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഓരോ ഡ്രൈവുകളെയും പുതിയ കണ്ടെത്തലുകളാക്കിയതിനും ഓരോ ഡ്രൈവർമാരെയും പുതിയ പര്യവേഷകരായി മാറ്റിയതിനും എന്നാണ് സ്കോഡയുടെ പോസ്റ്റ്. നമ്മുടെ നഗരത്തോട് ഞങ്ങൾക്കൊരു ക്ഷമ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മെട്രോ റെയിൽ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായതു മുതൽ എന്നു തുടങ്ങി ദൈനംദിന യാത്രകളെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റിയതിനും മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി മെട്രോയും ട്രെൻഡിന്റെ ഭാഗമായി. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന അപ്പോളജി ട്രെൻഡിന് അത്ര സ്വീകാര്യതയില്ല. ഈ മാർക്കറ്റിംഗ് രീതി ക്രിയേറ്റീവ് അല്ല എന്നും പഴകിയ മാർക്കറ്റിംഗ് രീതിയുമായി വരുന്നതിനാണ് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടതെന്നുമാണ് ചിലർ പറയുന്നത്.